ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദയെ വിക്രം കോരിയെടുത്ത് കട്ടിലിൽ കൊണ്ടുപോയിടും. എനിക്ക് കാല് നശിപ്പിച്ചേ എന്ന് പറഞ്ഞ് വേദ കരയും. മിണ്ടാതിരിക്കടി, നിന്റെ കാല് നശിപ്പിച്ചെന്നോ? അപ്പോഴും അമ്മേനെ വിളിച്ചുകൊണ്ട് വേദ ഇങ്ങനെ കരയുമ്പോ എന്താ മോളെ എന്ന് ചോദിച്ച് കമലയും അതുപോലെ ശ്രീചേർത്തിയും കൂടെ അവരുടെ റൂമിലേക്ക് വരികയാണ്. എന്ത് പറ്റി മോളെ? അമ്മേ, ഈ വിക്രം മനപ്പൂർ എന്റെ കാല് തല്ലിയൊടിച്ചു. ദാ ഇപ്പോ ചാക്ക് കേട്ട് കൊണ്ടിരുന്ന പോലെ എന്നെ കൊണ്ടിട്ടത്. ഇപ്പൊ കാല് കട്ടിൽ തട്ടി ഒടിഞ്ഞെന്നാ തോന്നുന്നത്. ഇതിൽക്കും വിക്രം അയ്യോ അമ്മേ അല്ല എന്നൊക്കെ പറയുമ്പോ അമ്മ പറയും, എന്താ വിക്രം ഈ പാവം കുട്ടിയുടെ കാല് തല്ലി ഒടിക്കാൻ നോക്കി നിനക്ക് മതിയല്ലേ? ശ്രീചേർത്തി പറയും, വേദൊരു പാവം ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അതിന് കാലിനും വയ്യ, എന്നിട്ടാണോ നീ ഇങ്ങനെ ചെയ്തത്? അമ്മ പറയും, ഇവനെ ഇതിനെ മറ്റുള്ളവരുടെ വേദന അറിയോ? തല്ലിക്കുത്തുക ഇത് മാത്രല്ലേ ശീലമുള്ളൂ? ദുഷ്ടൻ, ഒരു പാവം പെൺകുട്ടിയെ ഇതിനകത്തിട്ട് കരയിപ്പിക്കുന്നതും പോരാ, അവളെ കാല് തല്ലി ഒടിക്കാൻ നോക്കുന്നോ? ശ്രീചേർത്തി പറയും, ശരിയാ, കണ്ണിച്ചോരയല്ലേ ഇവനെ, ഇവനെ ഞാൻ എന്ന് പറഞ്ഞ അമ്മ അടിക്കാനോങ്ങ, ഇവന് നല്ല തല്ലൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട് അമ്മയും ശ്രീചേർത്തിയും കൂടെ വിക്രത്തെ പിടിച്ചു വലിച്ച് കുഞ്ഞു നിർത്തിയിട്ട് നല്ല അടി വെച്ചു കൊടുക്ക. വേദറിയും, ആ കൊടുക്ക്, നല്ല തല്ലൊടുക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അയ്യോ അമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് വിക്രം പറയുന്നുണ്ടെങ്കിലും അമ്മയുടെയും ഏട്ടത്തിയമ്മയുടെയും കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട് വിക്രത്തിന്. ഒന്നും നിർത്താൻ പറയടി. വേദറിയും, ഇല്ല പറയില്ല. അങ്ങനെ രണ്ടുപേരും മതിയാവോളം കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. ഓ, നിന്റെ നടു ഒടിഞ്ഞു എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹലോ ഹലോ എന്നിങ്ങനെ വേദ വിളിക്കണേ. അതെ, ഇങ്ങനെ താങ്ങി പിടിച്ച് നിന്നോളാന്ന് വിക്രമിന് വല്ല നേർച്ചയുണ്ടോ? വേഗം കിടത്തിക്കോ. ഇങ്ങനെ കിട്ടുന്നൊക്കെ വിക്രം സ്വപ്നം കണ്ടത് അവിടെ നിന്ന് മെല്ലെ കിടത്താം, അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോ പതുക്കെ അവിടെ വെക്കും. വേദയ്ക്കും ഇനി അച്ഛന്റെ തൈലെടുത്തോണ്ട് വന്ന് എന്റെ കാലിൽ മസാജ് ചെയ്ത് തരാനുള്ള വല്ല പദ്ധതി ഉണ്ടോ? വിക്രം, ഇതേ നീ കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കരുത് കേട്ടോ എന്ന് പറഞ്ഞോണ്ട് വിക്രം അവിടുന്ന് പോവാണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് രാധ വക്കീലിനെ കാണാൻ വന്നിരിക്ക. എന്തിനാ സാറേ ആ പൈസ മുഴുവൻ അടച്ചത്? അത് ഞാനല്ല, അത് വേറൊരാളാണ്. ആരാന്ന് ചോദിക്കുമ്പോ അത് പറയുന്നില്ല. എന്തായാലും ഓട്ടോ ഓടിച്ച് പണം ഉണ്ടാക്കി വെച്ചോ, എന്നിട്ട് നമുക്ക് കൊടുക്കാം. അപ്പ അറിഞ്ഞാ മതി ട്ടോ. പിന്നെ പലിശ വേണ്ട, മുതല് മാത്രം മതി. രാധ എന്ന് പറഞ്ഞു മൂളിക്കൊണ്ട് അവിടുന്ന് പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനി വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇപ്പോഴും വേദയുടെയും വിക്രമിന്റെയും കാര്യം ആലോചിക്കണേ. ചേച്ചി നാണക്കേട്, എല്ലാരും ഉള്ളപ്പോ ഇങ്ങനെയാണെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് എങ്ങനെയായിരിക്കും? കോരിയെടുത്ത് അയ്യോ. അച്ഛനെ കണ്ടിട്ടും അവനിങ്ങനെ ചുമന്ന് നിൽക്കാനും അവളിങ്ങനെ തൂങ്ങിക്കിടക്കാൻ ഇതാ രാധ എങ്ങനെ അറിഞ്ഞ? അറിയല്ലോ വേണ്ടത്, അറിയിക്കല്ലേ വേണ്ടത്. ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം എന്ന് പറഞ്ഞു വിളിക്ക. ആ ഏട്ടത്തി, എന്താ എങ്ങോട്ടെങ്കിലും ഓട്ടം പോണോ? എനിക്ക് വേണ്ട, പക്ഷെ നീ ഇനി ശരിക്കും ഓടേണ്ടി വരും. എന്താ വല്ല സ്കൂളിന്റെ ഓട്ടം കിട്ടിയോ? ഓ, നീ ഇങ്ങനെ കാശുണ്ടാക്കണ കാര്യം മാത്രം ചിന്തിച്ച് നടന്നോ. അവസാനം മണ്ണും ചാരി നിന്നവള് ആണിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെയാവും. എന്താ ഏട്ടത്തി? എടി പൊട്ടി, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് നിനക്കറിയോ? ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്ന് നിനക്ക് നേരത്തെ വാണിങ്ങി തന്നതാ. അവള് വിക്രത്തെ കൊണ്ടേ പോകുന്നു. ഇപ്പൊ എന്തായി? ഇനി നിനക്ക് അവരുടെ കുഞ്ഞിന്റെ ആന്റി ആയിട്ട് ജീവിക്കാം. ഇനി ആ കുഞ്ഞു വലുതായി കഴിഞ്ഞാൽ നിനക്ക് പറയാം, ഹോ എനിക്ക് പിറക്കാതെ പോയ മകളല്ലേ നീയെന്ന്. നന്ദിനി അടുത്ത് എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നന്ദിനി പറയും, എടി എന്റെ വീട്ടിലെ ഒരു പൂജ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും അവിടെ പോയി. എന്നാ ഇവര് മാത്രം വന്നില്ല. കീരിയും പാമ്പും അല്ലേ, രണ്ടും രണ്ടിടത്ത് പോയി കഴിഞ്ഞോളൂന്നല്ലേ ഞങ്ങൾ വിചാരിക്കുള്ളൂ. എന്നാ രാവിലെ വന്ന് കഥക് തുറന്നപ്പോ ഞങ്ങൾ എന്താ കണ്ടതെന്നറിയോ? എന്താ ഏട്ടത്തി പറ. അതെനിക്ക് പറയാൻ തന്നെ നാണക്കേടാ, എന്നാലും പറയാം. ഞങ്ങളെങ്ങോട്ട് കാര്യം വന്നപ്പോഴേ എന്ന് പറഞ്ഞ് കണ്ട കാര്യങ്ങൾ അങ്ങ് അതുപോലെ പറഞ്ഞു കൊടുക്കാണ്. എന്റെ പൊന്നു രാത്രി, കൺമുന്നിൽ ഇങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ പൂരം എന്തായിരിക്കും? അതാ ഞാൻ പറഞ്ഞത്, കുറച്ചു മാസം കഴിയുമ്പോ നീ കുഞ്ഞുങ്ങൾക്കുള്ള പൊട്ടും കൺമശിയും ഡ്രസ്സും ടവലൊക്കെ ആയിട്ട് വന്നാ മതി. ഇത് നന്ദിനി എടുത്തി. നന്ദിനി പറയും, എന്നോട് ചാടിയിട്ട് കാര്യമില്ല മോളെ, ഞാൻ കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. അല്ല എടുത്തി, വിക്രമേട്ടനെ അവളെ കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നല്ലോ. നന്ദിനി പറയും, എടി ഇഷ്ടമില്ലാത്ത ആളെ കോരിയെടുത്ത് മുത്തം കൊടുത്തോണ്ടാണോ നടക്കുക? ഛേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഈ വീട്ടിലെ മരുമകളായിട്ട് എന്റെ അനിയന്റെ ഭാര്യയായിട്ട് കാര്യം വരുന്നത് കാത്തിരുന്നവളായി ചേച്ചി. ഇനിയിപ്പോ അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നിന്റെ വിധി, അവളുടെ യോഗം, അല്ലാണ്ടെന്ത് പറയാൻ. എന്തായാലും ആണുങ്ങളെ മയക്കാൻ നിന്നെക്കാളും എടുക്ക അവൾക്കാ. ഒറ്റ രാത്രി കൊണ്ട് ഒക്കത്ത് കയറി ഇരിക്കാൻ പറ്റുന്നവളാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് എന്താവുന്നേ ഞാൻ പറഞ്ഞു തരണോ നിനക്ക്? നീ നോക്കിക്കോ. അവള് വിക്രത്തിന്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും, ആ കുഞ്ഞിന്റെ ഡയപ്പർ നീ മാറ്റുകയും ചെയ്യും. അത്രയ്ക്ക് ഹേമി അവള്, നീ നോക്കിക്കോ. രാധയ്ക്ക് സഹിക്കുന്നില്ല, കോളം കട്ട് ചെയ്യും. കട്ടാക്കിയോ? ആ കൊഴപ്പല്ല. രാവിലെ തന്നെ അവളുടെ മനസ്സ് കുത്തി ഇളക്കിയപ്പോ എന്താ സുഖം. ശേഷം പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിലേക്ക് വിക്രം ഓട്ടോയില് വരിക. അനിയൻ കുട്ട ധാരാ വരുന്നത് നോക്കിയേ എന്ന് ജോസഫ് പറയുമ്പോ രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കുകയാണ് വിക്രത്തിനെ. വിക്രം വന്ന് ഫോണ് തെരഞ്ഞെടുക്കണേ. നീ എന്താ രാവിലെ തന്നെ തിരയുന്നത്? അപ്പൊ വിക്രം പറയും, ഇതിവിടെ ഇരുന്നിട്ട് നിങ്ങൾ ആരും കണ്ടില്ലേ? അനിയൻകുട്ടൻ പറയും, അതിന് നീ ഇവിടെ ഫോൺ വെച്ച് കഴിഞ്ഞ് ഞങ്ങൾക്കറിയില്ലല്ലോ. ഈ ഫോണ് അടിച്ചിട്ടും കേട്ടില്ല, അതിന് ഈ ഫോൺ അടിക്കുന്നത് ഞങ്ങൾ കേൾക്കണ്ടേ? അല്ല, അനിയൻകുട്ടൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞല്ലോ. ഫോൺ പോലും എടുക്കാൻ വരാതെ നീ എങ്ങോട്ട് പോയിരിക്കായിരുന്നു? വീട്ടിലെന്തായാലും ആരും ഉണ്ടായിരുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ
അപ്പൊ വിക്രം ജോസഫ് ഇങ്ങനെ നോക്കും. അലറി വിളിച്ചിട്ടും കേൾക്കാതെ പോയിട്ട് കഴുത. ഇങ്ങനെ നോക്കുമ്പോ ജോസഫിക്ക് എന്താ, ഒന്നുമില്ല, വണ്ടിയുടെ ചാവിയുടെ ദേ ഇരിക്കുന്നു. അങ്ങനെ വിക്രം അതെടുത്ത് പോകുമ്പോ നീ എങ്ങോട്ടാ? ഞാനിപ്പോ വരാം. അതെ, നിന്നെ അന്വേഷിച്ച് പുളിക്കാ വന്നിരുന്നോ? ശ്രീനി സാറെ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞോ? ജോസഫ് പറയും നിന്നെ ഉടനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വന്ന് നോക്കിയത്. വിക്രം പറയും ശരി ഞാനിപ്പോ വരാന്ന് പറഞ്ഞു അവിടുന്ന് പോവാണ്. പ്രകാശ് പറയും ഇവനെന്തു പറ്റി? അറിയില്ല. അനിയൻകുട്ടൻ പറയും ഇന്നലെ ചെന്നുപെട്ട സ്ഥലം അത്ര വെടിപ്പല്ലെന്ന് തോന്നുന്നു എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാ. അങ്ങനെ വിക്രം എങ്ങോട്ടോ പോവാണ്. പോകുന്ന വഴി പെട്ടെന്ന് രാധ മുന്നിൽ വന്ന് നിർത്തും. എന്താ ഇവിടെ? രാധ പറയും റോഡിലൂടെ അല്ലേ ഓട്ടോ പോവാ. വിക്രം പറയും എന്താ തടഞ്ഞു നിർത്തി എന്തിനാന്നാ ചോദിച്ചത്. ഞാൻ മരിച്ചിട്ടില്ലെന്ന് അറിയിക്കണം തോന്നുന്നു. ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും കഴിയുന്നവനാണ് നിങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ? എനിക്ക് മനസ്സിലായില്ല. അടിച്ചോ, എനിക്ക് വിരോധമല്ല. പക്ഷെ ഒരിക്കൽ കൂടി വേദയുമായി ബന്ധമില്ലെന്ന് എന്റെ മുന്നിൽ കള്ളം പറയാൻ നിൽക്കരുത്. ഒന്നാമത് വിക്രം ഭ്രാന്ത് പിടിച്ച് നിൽക്കാണ്. അതിലങ്ങ് ദേഷ്യത്തിലിറങ്ങും. നീ ആരായിട്ട്? കുറെ നാളായല്ലോ, എന്താ നിനക്ക് വേണ്ടത്? നിന്നോട് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതാ നീയുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് കുട്ടിക്കാലത്ത് ഫ്രണ്ട്ഷിപ്പാ. പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വരല്ലേ? രാധ എങ്ങനെ ഇട്ടും ഞാനിപ്പോ അങ്ങനെയാണല്ലേ? വഴിയിൽ കിടന്നപ്പോ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയായിരുന്നല്ലേ? ആരും ഇറക്കാതിരുന്നപ്പോ സ്റ്റേഷനിലെ വക്കീലിനെ കൊണ്ടുവന്ന് ഇറക്കിയതും ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യായിരുന്നല്ലേ? എന്നിങ്ങനെ വളരെ സങ്കടത്തിൽ പറയുമ്പോ വിക്രം പറയും ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. രാധ പറയും നിങ്ങൾ ഇന്നലെ ഫോൺ ഓഫ് ചെയ്ത് വീടും പൂട്ടിയിട്ട് അവളോടൊപ്പം കഴിഞ്ഞപ്പോ ഞാൻ പുറത്തെ നെട്ടോട്ട് ഓടുമായിരുന്നു. അപ്പൊ വിക്രം എന്താന്നുള്ള അർത്ഥത്തിൽ നോക്കുമ്പോ ഇന്നലെ ഓട്ടോ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ പറയണേ. ഞാൻ എത്ര തവണ വിളിച്ചു. വിക്രമേട്ടം നോക്കിയോ? അതിന് ഫോൺ എന്റെ കയ്യിലില്ലായിരുന്നോ? പച്ചക്കള്ളം ഫോൺ ഉണ്ടായിരുന്നോ? വീടും പൂട്ടിയിട്ട് അവളോടൊപ്പം അവളെ കോരിയെടുത്ത് നിൽക്കില്ലായിരുന്നോ? വിക്രം അല്ലെന്ന് പറഞ്ഞിട്ട് രാധയ്ക്ക് മനസ്സിലാവാതാക്കുമ്പോ വിക്രം പറയും അതെ, ഞാൻ അവളെ എടുത്ത് എഡ്യൂക്കേറ്റീവായിട്ട് നടക്കായിരുന്നു. അത് എന്റെ ഇഷ്ടം. നീ ആരുടെയോ അന്വേഷിക്കും. അവളെന്റെ ഭാര്യയാ. അവളോടൊപ്പം ഞാൻ അടച്ചിട്ട വീട്ടിലോ തുറസായ സ്ഥലത്തോ പോയിരിക്കും. അത് ചോദിക്കാൻ നിനക്കൊരു അവകാശമില്ല. നിനക്ക് ചെലവായ പണം നിനക്ക് തിരികെ കിട്ടണമെങ്കിൽ അത് ഇമാതിരി കണ്ണീർ ഡ്രാമയായിട്ട് ഇങ്ങനെ റോഡിൽ തടയാൻ നിൽക്കരുത്. രാധറിയോ അങ്ങനെയാണോ നിങ്ങൾ എന്നെ മനസ്സിലാക്കി? ആർക്ക് വേണം ആ പണം? ഇനി നിങ്ങൾ ആ കാശിയിട്ട് വന്നാലേ ഞാൻ മുഖത്തേക്ക് വലിച്ചെറിയും. എനിക്കറിയാവുന്ന ഒരു വിക്രം സുധാകരൻ ഉണ്ടായിരുന്നു. അയാൾക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്. അല്ലാതെ ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് സ്വയം ന്യായീകരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയല്ല. വിക്രമേട്ടാ എന്തും വെച്ച് കളിക്കാം, പക്ഷെ ഒരാളുടെ ഫീലിംഗ് വെച്ച് കളിക്കരുത്. അതിന്റെ തിരിച്ചടി താങ്ങാൻ പറ്റണമെന്നില്ല, അതോർത്തോ എന്ന് പറഞ്ഞേ രാധ അവിടുന്ന് പോവാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ നല്ല മയക്കത്തിലാണ്. അമ്മ അങ്ങോട്ട് വന്ന് വേദയെ വിളിക്കുക. അമ്മേ എന്ന് പറഞ്ഞ് എന്നിട്ടിരിക്കുമ്പോ തന്നെ ആ കാലിങ് തിരിയുമ്പോ വേദയ്ക്ക് വേദനിക്കും. നല്ല വേദനയുണ്ടോ മോളെ? ഉണ്ട്. വിക്രത്തെ ചൂടാക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞതാ. പക്ഷേ വിക്രം തല്ലാൻ വന്നപ്പോ ഞാൻ ഓടിയതാ. ദാ കിടക്കുന്നു കാല് തന്നെ താഴെ. അവൻ തല്ലാൻ വന്നോ? എന്റെ അമ്മേ അതങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല. ഞാൻ കരുതി നിങ്ങള് തമ്മില് പ്രശ്നമൊക്കെ തീർന്നു. അല്ല, വന്ന് കയറിയപ്പോ എടുത്തു നിൽക്കുന്നതാണല്ലോ കണ്ടത്. അല്ലമ്മേ അതിന് ഞങ്ങൾക്കിടയില് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അമ്മ പറയും പക്ഷേ സാധാരണഗതിയിലുള്ള ഒരു അടുപ്പില്ലല്ലോ. വേദ പറയും അതിപ്പോഴും ആയിട്ടില്ലമ്മേ. സാധാരണ രീതിയിലുള്ള ഒരു ദാമ്പത്യം അല്ലല്ലോ ഞങ്ങളുടേത്. അത് തന്നെ കാരണം. മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടത് കണ്ടപ്പോ നിങ്ങൾ അകത്തുണ്ടാവുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. വേദവഴി ഞങ്ങൾ അകത്തുള്ളത് അറിയാതെ അച്ഛൻ 2 വാതിലും പൂട്ടി പോകുന്നേ ഞങ്ങളും കരുതിയില്ല. അപ്പോഴേക്കും വേദയ്ക്ക് വേദനിക്കുമ്പോ അമ്മയ്ക്ക് നല്ല വേദന ഉണ്ടോ മോളെ? ചെറുതായിട്ട് എല്ലിനെ കുത്തെടുക്കുന്ന പോലെ. എല്ലിന് ഇനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? അമ്മ പറയും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീര് വന്നേനെ. ഇത് എന്തോ ചെറുതായിട്ട് പറ്റിയതാണ്. നമുക്ക് തൈലം പിടിച്ചിട്ട് നന്നായി ചൂട് പിടിക്കും. നീരുണ്ടെങ്കിൽ ചൂട് പിടിക്കാൻ പാടില്ലെന്നല്ലേ? അമ്മറയും അതിന് നീരില്ലല്ലോ. ഞാൻ തൈലം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും. ആ മോളെ, അല്ല നീ എന്തിനും ഇവിടെ കിടക്കുന്നത്? വാ, ഞാൻ നിന്നെ അകത്ത് കൊണ്ടുപോയി കിടത്താം വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ വേദ പറയും വേണ്ടമ്മേ ഞാൻ ഇവിടെ കിടന്നോളാം എന്നിങ്ങനെ പറയാ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെയാണേ. ശ്രീകാന്ത് എന്തോ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ സോപ്പ് ഇടാനായിട്ട് വർഷ വരികയാണേ. വർഷം ഇങ്ങനെ അടുത്ത് ചാരി കിടക്കുമ്പോ തന്നെ എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ. അപ്പൊ വർഷയ്ക്ക് ദേഷ്യം വരും. ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയ കാര്യം തന്നെയാ. ഞാനത് നിങ്ങളോടല്ലാതെ ആരോടെ പറയാ? രാവിലെ മുതലൊരു സുഖമില്ല. എന്ത് പറ്റി? വെളുപ്പാങ്കാലത്ത് ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റതാ. അപ്പൊ തന്നെ വിളിച്ച് പറയണം തോന്നി. പക്ഷെ നിങ്ങൾ നല്ല ഉറക്കായിരുന്നോ? ശ്രീകാന്ത് പറയും നീ ഒരു സ്വപ്നം കണ്ടതാണോ ഇപ്പൊ പ്രശ്നം? നമ്മുടെ അച്ഛൻ മരിച്ചതാ ഞാൻ സ്വപ്നം കണ്ടത്. ശ്രീകാന്ത് പറയും അതിന് നിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. വർഷം എന്റെ അല്ല. അപ്പൊ ശ്രീകാന്ത് ഒന്ന് പേടിക്കും. അച്ഛനെ 2ാമത്തെ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അതിനുശേഷം തുടർച്ചയായി സദ്യ ഉണ്ടെന്ന് സ്വപ്നം കാണാറുണ്ടായിരുന്നു. സ്വപ്നത്തിലെ സദ്യ ഉണ്ടെന്നത് കണ്ടാൽ ആരുടെയോ മരണം വരുന്നാ പറയാറ്. ഇന്ന് രാവിലെ അച്ഛൻ മരിച്ചത് കൂടി കണ്ടപ്പോ ശ്രീകാന്ത് പറയും എന്താ വർഷം നിനക്ക് ഇത് ആരെക്കുറിച്ച് ആരോടാ പറയുന്നെന്ന് ബോധമുണ്ടോ നിനക്ക്? വർഷയ്ക്ക് ആകെ ഒരു പേടിയാവും. എനിക്കിത് അമ്മയോട് പറയാൻ പറ്റുമോ? എന്റെ ഉള്ളിലെ ടെൻഷൻ വെച്ച് ഞാൻ എത്ര നേരം നടക്കും? ഞാനാണെങ്കിൽ രാവിലെ നല്ല ടെൻഷനില് അച്ഛനെ വിളിച്ചെല്ലാം സംസാരിച്ചു. അച്ഛനോട് സംസാരിച്ചപ്പോഴാ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം തോന്നിയത്. ശ്രീകാന്ത് എന്താന്ന് വെക്കും. ഇതെല്ലാം ആര് കാരണാ? വേദ കാരണം ആണെന്ന് നിങ്ങൾക്കറിയാലോ. അതിപ്പോ എല്ലാവർക്കും അറിയുന്നല്ല. പക്ഷെ ആരും അത് പറയുന്നില്ലെന്ന് മാത്രം. അച്ഛന്
100 വർഷം ജീവിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ എല്ലാത്തിലും ഒരു കരുതലുള്ളത് നല്ലതല്ലേ? ഡോക്ടറോട് ഞാൻ സംസാരിച്ചു. വേണ്ട കരുതലും മരുന്നും എല്ലാത്തിലും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ അശ്രദ്ധ കൊണ്ടൊന്നും സംഭവിക്കില്ല അച്ഛൻ. വർഷ പറയും, നമുക്ക് മരുന്നും ശ്രദ്ധയും മാത്രമേ കൊടുക്കാൻ പറ്റൂ. പക്ഷേ സമാധാനത്തിന്റെ കാര്യം അത് അവള് കൊടുത്തോണ്ടിരിക്കല്ലേ. അവളെ ഓർത്ത് സങ്കടപ്പെട്ടു. ആ വിക്രം കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നാണം കെട്ടു. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാലേ അവകാശം ചോദിച്ച് ഈ മുറ്റത്ത് ആദ്യം കാലം എത്തും അവനായിരിക്കും. ആ വിക്രം നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്നത്. ആ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് അവനും വന്നിരിക്കും. അപ്പോഴോ നീ എന്തേ പറയുന്നത്? വർഷ പറയും, എല്ലാവരും ജീവിച്ചിരിക്കുമ്പോ തന്നെ തന്റെ മരണപത്രം തയ്യാറാക്കി വെക്കാറുണ്ട്. അതിൽ കാര്യങ്ങളെല്ലാം കൃത്യമായി എഴുതി വെക്കാറുണ്ട്. അതിന് അച്ഛന്റെ പേരിൽ കമ്പനി ഒന്നും ഇല്ലല്ലോ, എല്ലാം അമ്മയുടെ പേരിലല്ലേ. അതിപ്പോ ജോലിന്ന് പിരിഞ്ഞാലേ ആ സ്ഥാനങ്ങളെല്ലാം അച്ഛൻ ഏറ്റെടുക്കില്ലേ? നിങ്ങൾ 3 മക്കളെയും അച്ഛൻ തുല്യമായിട്ടാണ് പരിഗണിക്കാൻ പോകുന്നതെങ്കിൽ അതുകൊണ്ട് ബിസിനസ് കാര്യങ്ങളെല്ലാം ഇപ്പൊ തന്നെ ശ്രീയേട്ടനെ ഏൽപ്പിക്കാൻ അച്ഛനോട് സംസാരിക്കണം. അതിന് ഞാൻ തന്നെയല്ലേ നോക്കുന്നത്. വർഷ പറയും, അങ്ങനെ പോരാ, സ്വന്തം പേരിലാക്കി തരാൻ പറയണം. അച്ഛൻ സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. ഇനി അഥവാ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അച്ഛന്റെ ഉള്ളില് വേറെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ നല്ലപോലെ ഇരിക്കുന്ന ശ്രീകാന്തിന്റെ ഉള്ളില് കുറച്ചുകൂടെ വിഷം കുത്തിവെച്ച് എരിവിരി കയറ്റി കൊടുക്കുകയാണ് വർഷയുടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത പ്രൊമോ ആണ്. അതില് വേദ നല്ല ഉറക്കത്തിലാണ്. വിക്രമും രാത്രി ആയിട്ടുണ്ട്. ഈ സമയം വിക്രം എഴുന്നേറ്റ് കാര്യം ചോദിക്കുമ്പോ വേദ കാല് വേദനിച്ചിട്ടാണ് മനുഷ്യ എന്നെങ്ങനെ പറയാ. നിങ്ങളുടെ സ്വഭാവത്തിന് നന്ദി എന്ന് പറയുന്ന കാര്യം അടുത്തൂടെ പോയിട്ടില്ല. അല്പസമയം കഴിയുമ്പോ വിക്രം അമ്മ നേരത്തെ കൊണ്ടുവച്ചിരിക്കുന്ന ആ തൈലെടുത്ത് വേദയുടെ കാലിൽ ഒഴിഞ്ഞു കൊടുക്കും. വേദയ്ക്ക് നല്ല വേദന ഉണ്ട്. പതുക്കെ പിടിച്ചപ്പോ നീ ഇങ്ങനെ വേദ പറയും, ഇതേ വെട്ടുപോത്തെ, ദേഷ്യം തീർക്കാൻ വേണ്ടി കാലിൽ പിടിച്ച് അമർത്തരുത്, സഹിക്കാൻ പറ്റാത്ത വേദനയാ. അങ്ങനെ വിക്രം അവിടെ ഉണ്ടായിരുന്ന ഓയിൽമെന്റ് എടുത്ത് കാലിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കും. ഈ സമയത്തായിരിക്കും ഈ കാഴ്ച കണ്ടുകൊണ്ട് അമ്മ വരുന്നത്. ആഹാ, ഇത് നല്ല കാഴ്ച തന്നെ. വിക്രം അമ്മയെ കാണുമ്പോ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോ വിക്രത്തിനൊരു നാണക്കേടൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അമ്മ പറയുന്ന കേൾക്കുമ്പോ വേഗം എഴുന്നേൽക്കണേ. ഒരു ചെറുതായിട്ട് ഒരു ചമ്മി ചിരിയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്